ധന്യ രാമൻ കൂടി നമുക്കൊപ്പം പൊതുപ്രവർത്തക ചേരുകയാണ്. ധന്യ, ഗുഡ് മോർണിംഗ്. ധന്യ, വളരെ പ്രതിഷേധം അർഹിക്കുന്ന ഒരു വലിയ ഹീനമായ സംഭവമാണ് അരങ്ങേറിയിരിക്കുന്നത്. സർ, ഞാനിപ്പം ന്യൂസ് 24-ലൂടെയാണ് വിവരം അറിയുന്നത്. ഒരു ആദിവാസി യുവാവിനെ ഈ വാഹനത്തിൽ കെട്ടിവലിച്ചുകൊണ്ട് പോകുന്ന എന്ന് പറയുമ്പോൾ തന്നെ അട്ടപ്പാടിയിലെ മധുവിനെ ഒന്ന് ഓർത്തു നോക്കിയാൽ മതി. അവിടെ തൊട്ട് നമ്മൾ ഈ നാട്ടിലെ കാരുണ്യത്തെക്കുറിച്ചും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അന്നും ഇന്നും ആദിവാസികൾക്കും ദളിതർക്കും കിട്ടാത്തൊരു കാരുണ്യമാണ് കേരളത്തിലുള്ളത്. അത് സത്യമാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ദാരുണമായി അത് മാധ്യമങ്ങൾ പിന്തുണ ലഭിക്കുമ്പോൾ മാത്രമേ അത് പൊതുസമൂഹം അറിയുന്നുള്ളൂ. അപ്പോൾ മാത്രമേ അത് ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ, നടപടി ഉണ്ടാകുന്നുള്ളൂ. ഒരുപക്ഷെ ഈ വാഹനത്തിന്റെ നമ്പർ ഇപ്പം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ ഉടമയെ കണ്ടെത്തുമായിരിക്കും. കൃത്യമായിട്ടുള്ള പരസ്യമായിട്ടുള്ള നിയമ നടപടിക്ക് വിധേയമാക്കണം. ഇത് നമ്മൾ കുറച്ചു നാൾ മുമ്പ് കണ്ണൂർ ഒരു വാർത്ത കണ്ടതാണ്. ഒരു കുഞ്ഞ് കാറിൽ ചാരി നിന്നതിന് ആ കുഞ്ഞിനെ ചവിട്ടി തെറിപ്പിക്കുന്നത്. എത്രയോ വാർത്തകൾ, എത്രയോ ചർച്ചകൾ ഈ ഒരു സോഷ്യൽ മീഡിയ ഇത്രയും യുഗത്തില് ഇനിയും മനുഷ്യനോട് ഇത്രയും ഹീനമായിട്ട് പെരുമാറുന്ന മനസ്ഥിതിയുള്ള ആൾക്കാർ ഉള്ളത് ഭയം ഉളവാക്കുകയാണ്. അവർ ഇപ്പോൾ ആ യുവാവിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ ഇതൊക്കെ ഭയം ഉളവാക്കുന്നു ഞങ്ങൾക്ക്. ഈ നിറത്തോടുള്ള അല്ലെങ്കിൽ വംശീയമായിട്ടൊരു മനുഷ്യനെ, ഒരു ആദിവാസി യുവാവിനെ കെട്ടിവലിച്ചാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്നുള്ള അവരുടെയൊക്കെ ഒരു തോന്നലാണ്. അല്ലെങ്കിൽ ഇത്രയും കുറ്റകൃത്യം ചെയ്യാനായിട്ട് എവിടെ നിന്നാണ് അവർക്കൊരു ധൈര്യം ഉണ്ടാകുന്നത്? അവര് യഥാർത്ഥത്തിൽ അവരുടെ മാനസിക നില എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അറിയാനായിട്ട് താല്പര്യമുണ്ട്. ഉടനടി പോലീസ് ഇടപെടണമെന്നും കൃത്യമായിട്ട് ഉടൻ തന്നെ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യണം, കൃത്യമായിട്ട് നിയമ നടപടിക്ക് വിധേയമാക്കണം. എന്റെ എല്ലാ പ്രതിഷേധവും അറിയിക്കുന്ന യുവാവിനെ കണ്ടെത്തുകയും അദ്ദേഹത്തിന് വേണ്ട നിയമ പിന്തുണ കൊടുക്കാൻ ഞാൻ കൂടെ ബാധ്യസ്ഥയാണ്. ഞാൻ അതിന് തയ്യാറുമാണ്. ഏറ്റവും വലിയ നന്ദി മാധ്യമങ്ങളോടാണ്. നിങ്ങൾ ഇത്തരം വാർത്തകൾ പുറത്തു കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇതൊന്നും അറിയാൻ പോകുന്നില്ല. കാരണം ഇതിനേക്കാളും വലിയ കുറ്റകൃത്യങ്ങളൊക്കെ ഇവിടെ നടന്ന് ചർച്ച ചെയ്യപ്പെടാത്തതുകൊണ്ട് പൊതുസമൂഹം അറിഞ്ഞുകൂടാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട്. ധന്യരാമൻ, ഈ വണ്ടി പാലക്കാട് രജിസ്ട്രേഷൻ ആണെന്ന് പല പ്രേക്ഷകരും അറിയിക്കുന്നു. കുറച്ചുകൂടി അന്വേഷണം നടത്തിയിട്ട് നമ്മളത് ഉറപ്പിച്ച് പറയാം.